ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് എന്ന് പറയുന്നത് കുറേ നാളായിട്ട് എൻ്റെ ഗാലറിയിലുണ്ടായിരുന്നൊരു വീഡിയോ ആയിരുന്നേ. അത് ഞാൻ ഇന്നങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മളിന്ന് നിൽക്കുന്നത് മസ്കറ്റിലെ അൽക്കോറിലുള്ള ഒരു പ്ലാന്റിൻ്റെ നഴ്സറിയിലാണേ. ഒരു ചെറിയ ഷോപ്പായിരുന്നത്, പക്ഷേ അന്ന് കുറേയധികം നല്ല പ്ലാന്റ്സ് അവിടെ ഉണ്ടായിരുന്നു. ഈ ഷോപ്പിൻ്റെ മുൻഭാഗമാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എനിക്ക് കുറേ നേരം അവിടെ നിന്ന് ആ പ്ലാന്റ്സൊക്കെ കണ്ട് ആസ്വദിക്കാൻ തന്നെയാണ് തോന്നിയത്. പിന്നെ സമയക്കുറവ് കാരണം നമ്മൾ വീഡിയോ എടുത്ത് പെട്ടെന്ന് ഇറങ്ങുക ചെയ്തത്. ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടാവും ഞങ്ങളവിടെ എത്തിയപ്പോൾ. അപ്പോൾ വേറെ 1-2 സ്ഥലത്തും കൂടെ കയറേണ്ടതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങുക ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് കുറേ തരത്തിലുള്ള തെറ്റിച്ചെടികൾ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കുറേ ചെടികളുണ്ടായിരുന്നു ഇവിടെ. കുറേ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ചെടികൾ, അങ്ങനെ കുറേ ചെടികളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ചെടികൾ ഫ്രണ്ടിൽ മുൻവശത്തുള്ള ചെടികളെല്ലാം കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് പതുക്കെ അകത്തേക്ക് കയറാം. ഈ അകത്തോട്ട് കയറുന്നതിൻ്റെ സൈഡിലൊക്കെ കുറേ പ്ലാന്റ്സ് അവർ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പതുക്കെ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറിയപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് നമ്മൾ പുറത്ത് കണ്ടതൊന്നുമല്ല അകത്തുള്ളതെന്ന്. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ പകുതിയെന്നല്ല, എനിക്ക് ഒട്ടുമിക്ക പ്ലാന്റ്സിൻ്റെ പേരറിഞ്ഞുകൂടാ. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന കുറേ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ നാട്ടിൽ അത്രയ്ക്കൊന്നും ഈ പ്ലാന്റ്സിനെ ശ്രദ്ധിക്കത്തില്ലെങ്കിലും ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിതൊക്കെ കാണുമ്പം ശരിക്കും മനസ്സിന് വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു സുഖമാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്, ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ചെറിയൊരു ഷോപ്പാണെന്ന്. അപ്പോൾ ആ ഉള്ള സ്പേസിൽ തന്നെ അവർ വളരെ ഭംഗിയായിട്ടായിരുന്നു ഈ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചെടികൾ കൊടുത്തിരിക്കുന്ന പോട്ട്സ് എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പോട്ട്സ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല സെറാമിക്കിലുള്ള പോട്ട്സ് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഇഷ്ടപ്പെട്ട ചെടികളെന്ന് പറയുന്നത് ഈ റെഡ് ലീഫി കാണുന്ന പ്ലാന്റാണ്. എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല, ആർക്കെങ്കിലും പേരറിയുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കുറേ വേറെ നമ്മുടെ മണി പ്ലാന്റ്സ്, അതൊക്കെ ഇങ്ങനെ കുപ്പികളിലാക്കി കുറേ ഫിഷൊക്കെ അതിലിട്ട് നല്ല ഭംഗിയായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷൊക്കെ ഇട്ട്. പിന്നെ ഈ കാണുന്ന ഈ ബ്ലാക്ക് കളറിലെ ആ തലയുള്ള അതിനകത്ത് ചെടികൾ കൊടുത്തേക്കുന്നത്, അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നേ. ഈ പോട്ട്സ് ഞാൻ പറഞ്ഞല്ലോ, പോട്ട്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ അറേഞ്ച്മെൻറ്റ്സ് അതൊക്കെ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയായിരുന്നു. ഇതൊക്കെ മണി പ്ലാന്റ്സിൻ്റെ സെക്ഷനായിരുന്നു. നല്ല വലിയ മണി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ബുഷിയായിട്ട് ചെറിയ പോട്ടിൽ, നല്ല ഭംഗിയുള്ള പോട്ടിൽ, അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ചെറിയതായിട്ട് കിളിർത്ത് നിൽക്കുന്ന മണി പ്ലാന്റ്സ്, വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മണി പ്ലാന്റ്സ്, പിന്നെ ഹാങ് ചെയ്തിരിക്കുന്ന 2 തരത്തിലുണ്ടായിരുന്നു. മണ്ണിൽ വെച്ച് ഹാങ് ചെയ്യുന്ന ടൈപ്പും ഉണ്ടായിരുന്നു, വെള്ളത്തിൽ ഇട്ട് ഹാങ് ചെയ്യുന്ന ടൈപ്പും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ വീടൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് അവർ ആ പോട്ടോട് കൂടി തന്നെയാണ് നമുക്ക് സെയിൽ ചെയ്യുന്നത്. ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡായിപ്പോയി, വീഡിയോ എവിടുന്ന് തുടങ്ങണം എന്ന് പോലും ഞാൻ ആകെ കൺഫ്യൂസ്ഡായിപ്പോയി. കാരണം അതുപോലെ നല്ല കളക്ഷൻസ്, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്, അങ്ങനെ കുറേ കളക്ഷൻസ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇനി ഞാനിവിടെ വന്നത് കൂടെ എന്താണെന്ന് പറയാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് കുറേ നാളായിട്ട് അവളുടെ വീട്ടിലേക്ക് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫൈനലി അവിടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ പോകുന്നതിന് മുന്നേ അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പം ഗിഫ്റ്റായിട്ട് നമ്മൾ ആദ്യം എന്താ കൊടുക്കാമെന്ന് അങ്ങനെ കുറേ സജഷൻസ് വന്നു. അപ്പോൾ അങ്ങനെ അതൊന്നും വേണ്ട എനിക്കിഷ്ടമായില്ല. അങ്ങനെ ഫൈനലി നമ്മൾ തീരുമാനിച്ചു എങ്കിൽ പിന്നെ പ്ലാന്റ്സ് കൊടുക്കാം എന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ ഈ ഒരു ഷോപ്പിലേക്ക് വരുന്നത്. അത് ഈ ഒരു ഭാഗത്തൊക്കെ നിറയെ ചെടികളുണ്ട്. നമുക്ക് ഭംഗിയുള്ള ചെടികൾ എന്ന് തന്നെ വേണം പറയാൻ. ചെടികളും ഭംഗി, അതിൻ്റെ കൂടെ തന്നെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ചെറിയ പോട്ട്സിലൊക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ എനിക്കെല്ലാം കൂടെ വാരി എടുത്തിട്ട് വരാനായിരുന്നു തോന്നിയത്. പിന്നെ ഇത് നമ്മുടെ കള്ളിമുൾച്ചെടി, അങ്ങനെ കുറേ ചെടികളുണ്ടായിരുന്നു അവിടെ. പിന്നെ ഈ ചെടികളൊക്കെ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന ചെടികൾ തന്നെയാണ്. പിന്നെ ഹാങ് ചെയ്തിട്ടിരിക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് ചെറിയ മണി പ്ലാന്റ്സ്, ചെറിയ 2 തൈകൾ മാത്രം വെച്ചിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറേ നമുക്കറിയാവുന്ന കണ്ടിട്ടുള്ള ഒരുപാട് ചെടികൾ, ഇതിലെല്ലാ ചെടികളും മിക്ക ചെടികളും നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന കുറേ മണി പ്ലാന്റ്സ്. പിന്നെ അതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ അഫോർഡബിളായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം അവർ നമുക്ക് മിക്ക ചെടികളും നമുക്ക് ആവശ്യമാണെങ്കിൽ അവർ ആ പോട്ട്സോട് കൂടി തന്നെയാണ് തരുന്നത്. പിന്നെ വലിയ പോട്ട്സൊന്നും നമ്മൾ വലിയ പോട്ട്സിലുള്ള ചെടികളല്ല വാങ്ങിച്ചത്. ചെറുത് നല്ല ഭംഗിയായിട്ടുള്ളത് അങ്ങനെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഞാൻ അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പോട്ട്സോട് കൂടി തന്നെയാണ് അവർ തരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് വേറെ കാണാൻ പറ്റിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ പ്ലാന്റ്സ് അവർ പുതുതായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു.
നല്ലൊരു ആംബിയൻസ് തന്നെയാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. നല്ല ലൈറ്റ്സൊക്കെ കൊടുത്ത് ഷോപ്പ് സെറ്റ് ചെയ്തിട്ട് ചെറിയൊരു ലൈറ്റ് മ്യൂസിക്കോട് കൂടി അതിനകത്തേക്ക് കയറുമ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ഥലമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പക്ഷേ എങ്കിൽ പോലും നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത് അത് അവരിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എനിക്കതിനെപ്പറ്റി കൂടുതൽ പറയാൻ അറിയത്തില്ല, എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് മനസ്സിലായത് അവർ പുതിയ പ്ലാന്റ്സ് കിളിർത്തെടുപ്പിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡൗട്ട്സ്, ഈ പ്ലാന്റ്സിനെ നമ്മളിനി എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് ആ സ്റ്റാഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ മൊത്തത്തിൽ എനിക്ക് എന്താ പറയണ്ടത്, ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു അത്. അങ്ങനെ നമ്മൾ പ്ലാന്റ്സൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വന്നു.